കോഴിക്കോട് വെള്ളയിൽ 5 ദിവസം മുമ്പ് മരിച്ച 45-കാരന്റെ മൃതദേഹം ഖബർ തുറന്ന് പുറത്തെടുക്കുന്നു. വെള്ളയിൽ തോണിച്ചാൽ അഷീമിന്റെ മൃതദേഹമാണ് പുറത്തെടുക്കുന്നത്. മരണത്തിൽ ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് പോസ്റ്റ്മോർട്ടം നടത്താൻ ഒരുങ്ങുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ രതീഷ് വാസുദേവനാണ് ചേരുന്നത്. രതീഷ്, ഈ ഇദ്ദേഹത്തിന്റെ മരണത്തിൽ ബന്ധുക്കൾ എന്താണ് ഉയർത്തുന്ന സംശയം, എന്താണ് സംഭവിച്ചിരിക്കുന്നത്? വിവരങ്ങൾ. ലക്ഷ്മി, ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഇത് തോപ്പയിലെ ജുമാ മസ്ജിദിന്റെ ഖബർസ്ഥാനമാണ്. അവിടെയാണ് ഇപ്പോൾ ഖബറിടം. കഴിഞ്ഞ ദിവസം മരിച്ച ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച എന്ന് ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ച അസീമിൻ്റെ മൃതദേഹം ഖബർ തുറന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളയിൽ എസ് ഐ അഭിലാഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഫോറൻസിക് സർജന്മാരുൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ അല്പം ഉള്ളിലായിട്ടാണ് ഈ ഖബറിടമുള്ളത്. അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾ വളരെ ദൂരെ നിന്നാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വീട്ടിൽ അവശനായി എത്തിയ ഈ അഷീം മദ്യപിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കിയത്. എന്തായാലും അവശ നിലയിൽ കണ്ട അഷീമിനെ ആശുപത്രിയിൽ പ്രവേശിക്കുന്നു. തുടർന്ന് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. ബന്ധുക്കളുടെ സംശയം ഇദ്ദേഹത്തിൻ്റെ ശരീരത്തും മറ്റും ചില പാടുകളുണ്ടായിരുന്നു. മുഖത്ത് പാടുകളുണ്ട്. പരിക്കേറ്റ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ പാടുകളുണ്ട്. മാത്രമല്ല, ഓണം നബിദിന ആഘോഷങ്ങളുടെ ഭാഗമായി പുറത്തു പോയ അഷീം ഒരു ബന്ധുവാണ് ബൈക്കിൽ വീട്ടിലെത്തിക്കുന്നത്. തുടർന്ന് അവശ നിലയിൽ അദ്ദേഹം കിടക്കുകയായിരുന്നു. തുടർന്ന് അബോധാവസ്ഥയിലുള്ള അദ്ദേഹത്തെ കണ്ട് ബന്ധുക്കളാണ് ഈ ആശുപത്രിയിലേക്ക് ആക്കുന്നത്. പിന്നീട് ചികിത്സയ്ക്കിടെ മരണം സംഭവിക്കുന്നതും. എന്തായാലും ഇതിൽ ഈ ബന്ധുക്കളുടെ ആക്ഷേപം തുടർന്നാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ സ്വാഭാവിക മരണം എന്ന നിലയിലായിരുന്നെങ്കിലും ഈ ബന്ധുക്കളുടെ പരാതി ഉയർന്നതിനെ തുടർന്നാണ് പോലീസ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇത് നടത്തേണ്ടതായിരുന്നു. ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതി ലഭിക്കാൻ വൈകിയതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ തന്നെ പകൽ തന്നെ ഇത്തരത്തിലുള്ള പരിശോധന നടത്തണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പരിശോധന ആരംഭിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ബന്ധുക്കളുടെ ആക്ഷേപം പോലീസിന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മൃതദേഹം ഈ ഖബർ തുറന്ന് പുറത്തെടുത്ത് പരിശോധിക്കുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ. രതീഷ് വാസുദേവനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.